ഈശോമിശിഹായുടെ ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ എന്തുകൊണ്ടാണ് കിങ്ങായിട്ട് നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേര് മതി, അതിനുള്ള ഒരു പവറുണ്ട്, അതിനൊരു അതോറിറ്റി ഉണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഒരു സാധനം ആശീർവദിച്ചു കഴിഞ്ഞാൽ അത് വിശദീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഇപ്പോൾ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ അവിടെ ഉള്ള സാത്താനും ഈ പറയുന്ന പിശാചുക്കളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഈശോയുടെ നാമത്തിനൊരു അതോറിറ്റി ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ അത്രയ്ക്കും പവർഫുള്ളാണ്. അത് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു വാക്ക് കൊണ്ട് ഈ പ്രപഞ്ചവും എല്ലാ സൃഷ്ടികർമ്മം നടത്താൻ കഴിവുള്ള ഒരാൾ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അത്രയും പവർഫുള്ളാണ്. പിന്നെയോ രാജാവാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് വെറുതെ ഇരിക്കുന്ന ഒരാളല്ല യേശു. തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വജീവൻ തന്നെ ബലി കഴിച്ച് അവരെ രക്ഷപ്പെടുത്തിയ ആളാണ് യേശു. അതുപോലെ തന്നെ യേശുവിൻ്റെ മരണസമയത്ത് യേശു പറയുന്നുണ്ട്, കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നത്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എൻ്റെ കൈകോട്ടു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞത് യേശു എന്നത് രാജാവ് തന്നെയാണെന്നുള്ള കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചത്. അത് 22-ാമത്തെ സങ്കീർത്തനം ആണ് യേശു പറഞ്ഞത്. അതിനർത്ഥം കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിശിഹായ രാജാവാണ് ഞാനെന്നാണ് ഈശോ അവിടെ പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഈശോയുടെ 2-ാം വരവിൽ യേശുവാണ് ഈ വിധിക്കുന്നത്, എല്ലാവരും വിധിച്ച് മാറ്റുന്നത്. ഇന്ന ആൾക്കാർ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക്, ഇന്ന ആളുകൾ നരകത്തിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിധിക്കാനുള്ള പവർ പോലും യേശുവിനുണ്ട്. ആ പവർ ഉള്ളത് കൊണ്ടും യേശുവിനെ നമ്മൾ രാജാവായി കണ്ടേ പറ്റൂ. മിശിഹ എന്ന് പറയുന്നത് ജൂതന്മാർക്ക് അവരുടെ രാജാവാണ്, വരാൻ പോകുന്ന രാജാവ്. അവർ ഇന്നും വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഇശയ്യായുടെ പുസ്തകത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് മിശിഹ എന്ന് പറയുന്നത് രാജാവ് തന്നെയാണ്, അവരുടെ രാജാവാണ്. ദൈവം ഒന്നാണെന്നാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്, അല്ലാണ്ട് സിംഗിൾ എന്നല്ല, വൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഒന്നിൽ കൂടുതൽ ആളുകൾ ദൈവത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ദൈവത്തിലെ 2-ാമനായിട്ടുള്ള യേശുവിനെ നമ്മൾ രാജാവായിട്ട് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, നമ്മുടെ രക്ഷകനെ അംഗീകരിച്ചേ പറ്റൂ. യേശുവിനെ നമുക്ക് ആരാധിക്കാൻ, സ്നേഹിക്കാൻ, പത്തുകളുടെയും കുർബാനയുടെയും